നമസ്കാരം. ചാനൽ ചർച്ചയിൽ പ്രതികരണത്തിനിടയിൽ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകയെ വ്യക്തിപരമായി അവഹേളിച്ച നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ധർമ്മജൻ ബോൾഗാട്ടിയുടെ നിലപാട് തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. തെറ്റ് ചെയ്താൽ CPM-നെ പോലെ ന്യായീകരിക്കില്ല, തെറ്റ് ചെയ്യുന്നവരെ ന്യായീകരിക്കില്ല എന്നത് കോൺഗ്രസിൻ്റെ നിലപാടാണെന്നും സതീശൻ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇരകൾ കൊടുത്ത മൊഴികളുടെ അടിസ്ഥാനത്തിൽ സീനിയർ വനിതാ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. എന്നാൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറക്കിയ പത്രക്കുറിപ്പിൽ ഹേമ കമ്മിറ്റി എന്നൊരു വാക്ക് പോലുമില്ല. സിനിമാരംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾ സമീപകാലത്ത് അവർക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് ചില അഭിമുഖങ്ങളും പ്രസ്താവനകളും നടത്തിയതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് എന്നാണ് പത്രക്കുറിപ്പിൽ പറയുന്നത്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ഈ അന്വേഷണത്തിന് ഒരു ബന്ധവുമില്ല. സർക്കാർ നിയോഗിച്ച കമ്മിറ്റിക്ക് മുൻപാകെ ഇരകൾ കൊടുത്തിരിക്കുന്ന ആധികാരിക മൊഴികളും തെളിവുകളും സംബന്ധിച്ച് ഒരു കാരണവശാലും അന്വേഷിക്കില്ല എന്ന നിലപാടിലാണ് സർക്കാർ. സർക്കാരിൻ്റെ ആ നിലപാട് സ്വീകാര്യമല്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം നടത്താൻ എന്താണ് തടസ്സം എന്നാണ് കോടതിയും ചോദിച്ചിരിക്കുന്നത്. ഇരകൾ മൊഴിയിൽ ഉറച്ചു നിന്നാൽ അന്വേഷിക്കാമെന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ഏത് ലൈംഗിക പീഡന കേസിലാണ് ഇരകൾ മൊഴിയിൽ ഉറച്ചു നിൽക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് എന്നും സതീശൻ ചോദിച്ചു. വേട്ടക്കാരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ഇരകൾ വീണ്ടും മൊഴി നൽകണം എന്ന് പറയുന്നത് അവരെ അപമാനിക്കലാണ്. ഇരകളെ അപമാനിക്കുകയും വേട്ടക്കാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നും സതീശൻ പറഞ്ഞു. ഗുരുതര ആരോപണങ്ങൾ നേരിടുന്നവർ ഒരു സ്ഥാനത്തും ഇരിക്കാൻ യോഗ്യരല്ല. രാജിവെക്കുന്നതാണ് നല്ലത്. രഞ്ജിത്തും സിദ്ദിഖും രാജിവെച്ചത് മറ്റുള്ളവരും പിന്തുടരുന്നതാണ് നല്ലത്. മുകേഷും രാജിവെക്കും എന്നാണ് കരുതുന്നത്. കുറ്റകൃത്യങ്ങളുടെ പരമ്പര ഉണ്ടായി എന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ വ്യക്തമായിരിക്കുകയാണ്. അത് ശരിയാണോ എന്ന് അന്വേഷിച്ച് തെറ്റുകാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അത് സർക്കാരിൻ്റെ നിയമപരമായ ബാധ്യതയാണ്. എന്നിട്ടാണ് കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നു എന്ന വിവരം സർക്കാർ 4.5 വർഷം മറച്ചുവെച്ചത്. ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തവർ വീണ്ടും പോലീസിന് പിന്നാലെ നടക്കണം എന്നാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. കോവിഡ് ആയതുകൊണ്ടാണ് റിപ്പോർട്ടിൽ നടപടി എടുക്കാതിരുന്നത് എന്നാണ് മുൻ സാംസ്കാരിക മന്ത്രി പറഞ്ഞത്. വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള വിചിത്രവാദങ്ങളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സർക്കാർ കള്ളക്കളി നടത്തുന്നതുകൊണ്ടാണ് സാംസ്കാരിക മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നത് എന്നും സതീശൻ കൂട്ടിച്ചേർത്തു. അതേസമയം ചാനൽ പ്രതികരണത്തിനിടയിൽ ചോദ്യം ചോദിച്ച പത്രപ്രവർത്തകയോട് മാന്യത വിട്ട് മോശമായി സംസാരിച്ച നടൻ ധർമ്മജൻ ബോൾഗാട്ടിയുടെ നടപടിയെ ശക്തമായി അപലപിക്കുന്നതായി കേരള പത്രപ്രവർത്തക യൂണിയൻ വ്യക്തമാക്കി. ന്യൂസ് 18 കേരളം ചാനലിലെ മാധ്യമപ്രവർത്തക അപർണ കുറുപ്പിനോടാണ് ലൈവ് ടെലിഫോൺ പ്രതികരണത്തിൽ ധർമ്മജൻ ബോൾഗാട്ടി മോശമായി സംസാരിച്ചത്. രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായ ധർമ്മജൻ തെറ്റ് അംഗീകരിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV വിനീതയും ജനറൽ സെക്രട്ടറി R കിരൺ ബാബുവും ആവശ്യപ്പെട്ടു.